അപ്പോൾ ഒരിക്കൽ കൂടി DXN അല്ലെങ്കിൽ ലയൺസ്മാന്റെ DXN ഏറ്റവും പുതുതായി പുറത്തിറക്കിയ, ഇന്ത്യയിൽ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റാണ് ലയൺസ്മാൻ. അപ്പോൾ ആ ലയൺസ്മാൻ പ്രോഡക്റ്റിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ കൂടി. ഇപ്പോൾ DXN ലയൺസ്മാൻ എന്ന് പറയുന്നത് ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ മൈൻഡ്ഫുൾ ജേർണി. ഒരു എന്താ പറയാ, മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് മൈൻഡ് എന്ന് പറയില്ല അല്ലെ. ഏറ്റവും നല്ല മൈൻഡോടുകൂടി, ഏറ്റവും നല്ല ഓർമ്മയോടുകൂടി അല്ലെ, നല്ല മനസ്സോടുകൂടി യാത്ര ചെയ്യാൻ വേണ്ടി ഇൻസ്പയർ ആയിട്ട് നേച്ചറിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു പ്രോഡക്റ്റ് അല്ലെ. അപ്പോൾ നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മൈൻഡ്ഫുൾ ജേർണി, ഒരു യാത്ര നമ്മളെ നയിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും എന്താ പറയാ, ഒരു വ്യത്യസ്തനായ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ലയൺസ്മാൻ. ഈ ലയൺസ്മാൻ എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു വ്യത്യസ്തത ഉണ്ട് അല്ലെ. ലയൺസ്മാൻ എന്ന് പറഞ്ഞാല് സിംഹത്തിന്റെ മുടിയെന്നും അല്ലെങ്കിൽ സിംഹമേനി എന്നും ഒക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ലയൺസ്മാൻ എന്ന് പറഞ്ഞാല് ഒന്ന് ഓടിച്ചു നോക്കാം. മെയ്ഡ് വിത്ത് ദ ഫൈനസ്റ്റ് ലയൺസ്മാൻ എക്സ്ട്രാക്ട്. ഏറ്റവും നല്ല ലയൺസ്മാൻ എന്ന മഷ്റൂം, ഒരു തരം മഷ്റൂമാണ്. ആ മഷ്റൂമിൽ നിന്ന് എടുത്ത ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു എക്സ്ട്രാക്റ്റ് ആണ് നമ്മുടെ ലയൺസ്മാൻ പ്രോഡക്റ്റ്, DXN ലയൺസ്മാൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ് നമ്മുടെ ലയൺസ്മാൻ. ഒപ്പം സിമ്പിൾ എവറിഡേ സപ്ലിമെന്റ്, എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന എവറിഡേ സപ്ലിമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ലയൺസ്മാൻ. അവൈലബിൾ ഇൻ ടാബ്ലറ്റ് ആൻഡ് ക്യാപ്സൂൾ ഫോം. നമുക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടി കാൻഡി ടൈപ്പിൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് ടൈപ്പിലും ഒപ്പം ക്യാപ്സൂൾ രൂപത്തിലും നമുക്ക് DXN തരുന്നുണ്ട്. അതാണ് ഈ മനോഹരമായ ലയൺസ്മാൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. എന്താണ് ഈ ലയൺസ്മാൻ? ഈ ലയൺസ്മാൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് പ്രൈമർലി ഫൗണ്ട് ഇൻ ഹാർഡ്വുഡ് ഫോറസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക, യൂറോപ്പ് ആൻഡ് ഏഷ്യ. ഏഷ്യയിലും യൂറോപ്പിലും അതുപോലെ നോർത്ത് അമേരിക്കയിലും ഹാർഡ്വുഡ് ആയിട്ടുള്ള അല്ലെ, ഉൾവനങ്ങളിൽ കാണപ്പെടുന്ന ഒരു മഷ്റൂമാണ് ലയൺസ്മാൻ എന്ന് പറയുന്നത്. ഗിഫ്റ്റഡ് ബൈ നേച്ചർ ക്യാൻവാസ്. പ്രകൃതി നമുക്ക് തന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റാണ്, സമ്മാനമാണ് ഈ ലയൺസ്മാൻ. ഇതിന്റെ നോൺ ആസ് പോംപോം എന്ന് ഇതിനെ പറയുന്നുണ്ട്. ഓർ ബിയർഡഡ്, താടി രോമമുള്ള മഷ്റൂം എന്നൊക്കെ ഇതിനെ പറയുന്നു. കാരണം നമുക്കറിയാലോ, സിംഹത്തിന്റെ മുഖം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ, ആൺ സിംഹത്തിന്റെ മുഖം എങ്ങനെയാ അല്ലെ. അപ്പോ അത്തരത്തില് ബിയർഡായിട്ടുള്ള താടി രോമം ഇങ്ങനെ നീട്ട് വളർത്തിയ ഒരു മൃഗമാണ് അല്ലെ ആൺസിംഹം എന്ന് പറയുന്നത്. അപ്പോ ഈ സിംഹം പെൺസിംഹമാണ് അല്ലെ, എന്തായാലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ എന്തായാലും ഈ ബേർഡ് ആയിട്ടുള്ള താടി രോമമുള്ള മഷ്റൂമാണ് നമ്മുടെ ലയൺസ്മാൻ എന്ന് പറയുന്നത്. പിന്നെയോ ഏൻഷ്യൻ ചൈനീസ് സീക്രട്ട് ആണ് ഇത്. ചൈനയിലെയും അതുപോലെ ഏൻഷ്യൻ ചൈന, നമ്മള് ചൈനീസ് എന്താ പറയാ യുഗം മുതൽ, ആ കാലഘട്ടം മുതൽ പിന്നെ എന്താണ് അവരുടെ സംസ്കാരമായിട്ട്, അവരുടെ സീക്രട്ടായിട്ട്, ഒരു മെഡിസിനൽ സീക്രട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ലയൺസ്മാൻ. ഇത് ചൈനീസ് മെഡിസിനിലൊക്കെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്സിനും ഗട്ട് ഹെൽത്തിനൊക്കെ വേണ്ടി ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ മങ്ക്സ് ആൻഡ് ഹെർബലിസ്റ്റ് ഫേവറേറ്റ്. ഈ ഹെർബുകൾ അല്ലെ, പിന്നെ ഹെർബുകൾ ഇഷ്ടപ്പെടുന്നവർക്കും മങ്ക്സും സാധാരണ അല്ലെ, ഈ മുനിമാര്, സന്യാസിമാര് അല്ലെങ്കിൽ ആത്മീയത തേടുന്ന ആൾക്കാർ, ഒരു പീസ്ഫുൾ മൈൻഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ലയൺസ്മാൻ. അതുപോലെ മോഡേൺ ആയിട്ടും പലതരത്തിലുള്ള ഹെൽത്ത് സപ്ലിമെന്റ് ആയിട്ടും ഈ ലയൺസ്മാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പല സ്ഥലങ്ങളിലും, പല രാജ്യങ്ങളിലും, എസ്പെഷ്യലി പിന്നെ ചൈനയിലും യൂറോപ്യൻ കൺട്രീസിലും അല്ലെ, ചൈനീസ് രാജ്യങ്ങളിലൊക്കെ, ചൈനയിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മറ്റ് പ്രത്യേകതകളിലേക്ക് പോകുമ്പോൾ ലയൺസ്മാൻ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ, റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ. നമ്മുടെ ബ്ലഡ് ഷുഗറിനെ എന്താണ് ഈ പ്രോഡക്റ്റ് നമ്മൾ
അറിഞ്ഞു, ഒരു ചെറിയൊരു വിവരണം കിട്ടി. അപ്പോൾ ഇത് എന്തിനൊക്കെ കൊള്ളാം, എന്തൊക്കെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഒന്ന് നോക്കാം, ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ, നമ്മുടെ ബ്ലഡ് ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാൻ സഹായിക്കും. റെഡ്യൂസ് ഹൈ ബ്ലഡ് പ്രഷർ, അല്ലെ, ഹൈ ബ്ലഡ് പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാൻ സഹായിക്കും. പ്രൊമോട്ട്സ് ഹെൽത്തി എനർജി ലെവൽസ് ആൻഡ് കോംബാറ്റ്സ് ഫാറ്റീഗ്, ക്ഷീണത്തെ ചെറുക്കാനും ഒരു ഹെൽത്തി ആയിട്ടുള്ള എനർജി ലെവൽ തരാനും ഒക്കെ നമ്മുടെ ഈ ലയൺസ്മാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ ഹെൽപ്സ് ടു പ്രിവെന്റ് എക്സസ് ബ്ലഡ് ലിപ്പിഡ് അക്യുമുലേഷൻ, രക്തത്തിലും അതുപോലെ നമ്മുടെ ശരീര കോശങ്ങളിലും കാണപ്പെടുന്ന കൊഴുപ്പ് പോലെയുള്ള ഒരു പദാർത്ഥമാണ് ഈ ലിപ്പിഡ് എന്ന് പറയുന്നത്. ഈ ലിപ്പിഡുകളെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കാനും നമ്മുടെ ശരീരത്തിൽ ചെറിയ അളവിൽ ലിപ്പിഡുകൾ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്നാൽ ഇത് അധികമായിട്ട് എക്സസ് ആവുന്നതിനെ തടയാൻ ഇത് സഹായിക്കും. ഈ നമ്മുടെ ലയൺസ്മാന്റെ ഉപയോഗം സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ് ഈ കൊഴുപ്പ്, LDL കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ HDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കൊളസ്ട്രോൾ ആണ്. അതിൽ LDL കൊളസ്ട്രോളിന്റെ എക്സസിനെ തടയാൻ, അതിന്റെ ആധിക്യത്തെ തടയാൻ ഏത് സഹായിക്കും, പ്രിവെന്റ് ചെയ്യാൻ നമ്മുടെ ലയൺസ്മാൻ സഹായിക്കും. പിന്നെ പ്രൊട്ടക്ട്സ് ഹാർട്ട് ഹെൽത്ത്, നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെ, ഒരു ഷീൽഡായിട്ട്, ഒരു എന്താ പറയാ, ഒരു കവചമായിട്ട് പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെയോ സ്ലോസ് ബയോളജിക്കൽ ഏജിങ്, നമ്മുടെ എന്താ പറയാ ഏജിങ്, നമ്മുടെ വയസ്സ്, അല്ലെ, വാർദ്ധക്യത്തിലേക്ക്, വയസ്സുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നിന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മമ്മൂക്കയെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ, അല്ലെ, നല്ല പിന്നെ 10-70 വയസ്സായി എന്നാലും ഇപ്പോഴും ചെറുപ്പക്കാരെ പോലെ ചെറുപ്പമായി കാണപ്പെടുന്ന, കേരളത്തിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് മമ്മൂക്കയാണ്, അല്ലെ, മമ്മൂട്ടിയാണ്. അപ്പോ മമ്മൂക്കയെ പോലുള്ള ആളുകൾ, അപ്പൊ എന്നതുപോലെ 10-70 വയസ്സായിട്ടുണ്ടെങ്കിലും ചെറുപ്പമായി തോന്നുന്നൊരവസ്ഥ എന്നതുപോലെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തിനെ എത്തിക്കാൻ, അല്ലെ, സ്ലോ ചെയ്യാൻ, ബയോളജിക്കൽ ഏജിങ്ങിനെ, ബയോളജിക്കലി നമ്മുടെ വയസ്സ് കൊണ്ട് നമ്മുടെ ശരീരം ചുളിയുന്നതിനെ എന്താ പറയാ, ചുളിയുന്നതിനെ തൊട്ട് നമ്മുടെ പിന്നെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു കാലതാമസം ഉണ്ടാക്കാൻ എന്ത് ചെയ്യും, നമ്മുടെ ലയൺസ്മാൻ സഹായിക്കും. അതുപോലെ പ്രൊട്ടക്ട്സ് ലിവർ ഹെൽത്ത്, നമ്മുടെ ലിവറിന്റെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെയോ കിഡ്നി ഹെൽത്ത്, നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അതുപോലെ മേ ഹെൽപ്പ് ഓവർകോമ ഡെമെൻഷ്യ എന്ന് പറയുന്ന ഒരു ഡിസീസിനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നത്തെ മറികടക്കാൻ ഇത് സഹായിക്കും. ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രോഗമല്ല, മറിച്ച് ദൈനംദിന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തുന്നതിനോ ചിന്തിക്കുന്നതിനോ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ ഉള്ള കഴിവില്ലായ്മയുടെ പൊതുവായ പദമാണ് ഈ ഡിമെൻഷ്യ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിങ്ങനെ സ്റ്റഡി ചെയ്തപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് പെട്ടെന്ന് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് മറന്നു പോകുന്നൊരവസ്ഥ, അല്ലെ, പെട്ടെന്ന് ഒരാളുടെ പേര് ഓർക്കാൻ പെട്ടെന്ന് പാടുപെടുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ചോദിക്കുമ്പോൾ നാവിന്റെ തുമ്പത്ത് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ വല്ലാതെ പരിവേഷപ്പെടും. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡിമെൻഷ്യ എന്ന ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു അവസ്ഥയെ മറികടക്കാൻ, ഓവർകം ചെയ്യാൻ ഏതിന്റെ ഉപയോഗം നമ്മളെ സഹായിക്കും, ഈ ലയൺസ്മാന്റെ ഉപയോഗം സഹായിക്കും. അതുപോലെ ദൈനംദിന പ്രവർത്തനം, അല്ലെ, ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മൾ പലതും വിട്ടുപോകാറുണ്ട്, അല്ലെ, മറന്നുപോകുന്നല്ല, വിട്ടുപോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ വിട്ടുപോകാതെ പിന്നെ അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ മറികടക്കാൻ സഹായിക്കും. എന്നിട്ട് കൃത്യമായി ഓർമ്മിക്കാനും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കുക, അത് വലിയൊരു ഘടകമാണ്. എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു പോയിന്റാണ്. നമ്മൾ പല സമയങ്ങളിൽ ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ശരിയായ ഒരു തീരുമാനം എടുക്കാൻ പലപ്പോഴും നമ്മൾ വൈകും, അല്ലെങ്കിൽ ശരിയായ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയില്ല. ഉദാഹരണത്തിന് നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പുമായിട്ട് നമ്മളൊരു ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോയി ചെല്ലുന്നു, അല്ലെ, അപ്പം ആ സുഹൃത്ത് സമയമായില്ല, അല്ലെങ്കിൽ ആലോചിക്കട്ടെ, പറയാം, അതിനെല്ലാം മനസ്സിലായി, പ്രോഡക്റ്റ് നല്ലതാണ്, സിസ്റ്റം നല്ലതാണ്, കമ്പനി നല്ലതാണ്, ഈ പറയുന്ന ആളും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എന്നാലും പിന്നെ ഈ തീരുമാനമെടുക്കാൻ അവരെന്ത് ചെയ്യും, ഒന്ന് വൈകും. അപ്പൊ അത്തരത്തില് തീരുമാനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രത്യേക തരം അവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് പറയുന്ന ഒരു പേരാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയെ മറികടക്കാൻ, ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ കൊണ്ട് എന്താ പറയാ, പിന്നെ
നിബിഡമാണ് നമ്മുടെ ഏത് ലയൺസ് മാൻ എന്ന് പറയുന്ന ഈ മനോഹരമായ ഈ പ്രോഡക്റ്റ്. ഈ ഡിമെൻഷ്യയുടെ ഏറ്റവും സാധാരണമായ തരം ഒരു അൽഷിമേഴ്സ് രോഗമാണ്. അതായത് അൽഷിമേഴ്സിന്റെ ഏറ്റവും സാധാരണമായ ഒരു തരം രോഗമാണ് അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. എന്നാൽ അത് രോഗമാണെന്ന് വെച്ചാൽ അല്ല, നമുക്ക് സാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് ഒരു പേര് ഓർമ്മിക്കാൻ കഴിയില്ല, പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ടെൻസ്ഡ് മൂഡിലായി പോകും, അല്ലെ, വല്ലാത്തൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ ഏത് സഹായിക്കും? നമ്മുടെ പിന്നെ ലയൺസ്-മാൻ സഹായിക്കും എന്നുള്ളതാണ്. ഈ ഡിമെൻഷ്യ എന്ന് പറയുന്ന പ്രശ്നം കൂടുതലായിട്ട് ബാധിക്കുന്നത് പ്രായമായവരെ ആണെങ്കിലും ഇത് പ്രായാധിക്യം കൊണ്ട് അല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് വെച്ചാൽ അല്ല. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഏറ്റവും ചെറുപ്പക്കാരായുള്ള ആളുകൾ മുതൽ വയസ്സായ ആളുകളിൽ വരെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. കാരണം അത് രോഗം എന്ന് വെച്ചാൽ അല്ല, രോഗമല്ല. ഇങ്ങനെയുള്ള ചില ഒരു വല്ലാത്തൊരു അവസ്ഥയിലെത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തെടുക്കാനോ പേര് ഒന്ന് ഓർമ്മിക്കാനോ ശരിയായൊരു മറുപടി പറയാനോ അല്ലെങ്കിൽ ശരിയായൊരു തീരുമാനമെടുക്കാനോ നമ്മളെ വൈകിപ്പിക്കും ആ ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഇത്തരം മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ പോലും എന്ത് ചെയ്യാൻ, ഓവർകം ചെയ്ത് ഏറ്റവും പെർഫെക്റ്റ് മൈൻഡ്ഫുൾ ജേണി നടത്താൻ, അല്ലെ, നല്ലൊരു മൈൻഡോടുകൂടി ഓർമ്മശക്തിയുള്ള ശരിയായ തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി നമ്മളെ മാറ്റാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്, നമ്മുടെ ഉൽപ്പന്നമാണ് നമ്മുടെ പിന്നെ ലയൺസ്-മാൻ എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം. അതുപോലെ ലയൺസ്-മാൻ മഷ്റൂം എന്ന് പറയുന്ന ഓൾസോ വെരി ന്യൂട്രീഷ്യസ് ആൻഡ് ആർ റിച്ച് ഇൻ വൈറ്റമിൻസ് സച്ച് ആസ് തയാമിൻ, അതുപോലെ റൈബോഫ്ലേവിൻ ആൻഡ് നിയാസിൻ. അതുപോലെ ഇറ്റ്സ് ഓൾസോ ഗുഡ് സോഴ്സ് ഓഫ് എസെൻഷ്യൽ മിനറൽസ് സച്ച് ആസ് മാംഗനീസ്, സിങ്ക് ആൻഡ് പൊട്ടാഷ്യം. അത് ഇപ്പൊ ഇത് ലയൺസ്-മാൻ ഒരുപാട് ലയൺസ്-മാൻ എന്ന് പറയുന്ന ഒരു മഷ്റൂം ഒരുപാട് വെറൈറ്റി ന്യൂട്രീഷ്യസ് കൊണ്ട് സമ്പുഷ്ടമാണ്. ഏതുപോലെ തയാമിൻ എന്ന് പറയുന്ന തയാമിൻ പോലെ, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അടുത്ത സ്ലൈഡുകളിൽ മനസ്സിലാക്കാൻ പറ്റും. റൈബോഫ്ലേവിൻ, അതുപോലെ നയാസിൻ എന്ന് പറയുന്നത്, അതുപോലെ പിന്നെ എസെൻഷ്യൽ മിനറൽസ് മാംഗനീസ്, സിങ്ക് പൊട്ടാസ്യം പോലുള്ള ഒരുപാട് പിന്നെ മിനറൽസും കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ലയൺസ്-മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലയൺസ്-മാനിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ തയാമിൻ. നമ്മൾ ആദ്യം പറഞ്ഞു തയാമിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരുന്ന് വൈറ്റമിൻ B1 ആണ്. അപ്പൊ എന്തുകൊണ്ട് ഇത് വൈറ്റമിൻ B1 ആയെന്ന് വെച്ചാൽ ഇറ്റ്സ് ഈസ് നെയിംഡ് B1 ബിക്കോസ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബി വൈറ്റമിൻ ഡിസ്കവേർഡ്. അതായത് വൈറ്റമിന്റെ കൂട്ടത്തിൽ നമ്മൾ ശാസ്ത്രീയ ലോകം, അല്ലെ, ഏറ്റവും ആദ്യം കണ്ടെത്തിയ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി. അതുകൊണ്ട് തന്നെയാണ് വൈറ്റമിൻ B1 എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്, തയാമിൻ എന്ന ഈ ഒരു വൈറ്റമിന്. അപ്പോൾ തയാമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ B1 ലൈക്ക് അതർ ബി കോംപ്ലക്സ് വൈറ്റമിൻസ്, തയാമിൻ ഈസ് സംടൈംസ് കാൾഡ് ആന്റി സ്ട്രെസ്. ഒന്ന് നോട്ട് ചെയ്തോണേ, ആന്റി സ്ട്രെസ്സിന്, അല്ലെ, ആന്റി സ്ട്രെസ്, നമുക്ക് സ്ട്രെസ് ഉണ്ടാകാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടെത്തിക്കുന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയ്ക്ക് എതിരെ പ്രവർത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഏത്? ഈ തയാമിൻ എന്ന് പറയുന്ന ഈ വൈറ്റമിൻ B1. അപ്പൊ ഈ വൈറ്റമിൻ B1 കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ലയൺസ്-മാൻ എന്ന് പറയുന്നത്. അതുപോലെ ബിക്കോസ് ഇറ്റ് മേ സ്ട്രെങ്തൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഇംപ്രൂവ് ദ ബോഡീസ് എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് സ്ട്രെസ്ഫുൾ കണ്ടീഷൻ. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, ഒരു അവസ്ഥയിൽ നമ്മുടെ ശരിയായ ഒരു തീരുമാനം എടുക്കാനും അതുപോലെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, അല്ലെ, പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കാനും സ്ട്രെങ്ത് ചെയ്യാനും സ്ട്രോങ് ആക്കാനും ഏത് സഹായിക്കും? ഈ വൈറ്റമിൻ B1, അതായത് ഈ തയാമിന്റെ സാന്നിധ്യം സഹായിക്കും. അങ്ങനത്തെ തയാമിന്റെ പിന്നെ ഒരു ഉറവിടമാണ് നമ്മുടെ ലയൺസ്-മാൻ എന്ന് പറയുന്ന ഈ മഷ്റൂം എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തത് റൈബോഫ്ലേവിൻ എന്ന് പറയുന്ന ഘടകം. ഇത് in addition to producing energy for the body, riboflavin works as an antioxidant fighting damaging particles in the body known as free radicals. ഫ്രീ റാഡിക്കൽസിനെതിരെ ഫൈറ്റ് ചെയ്യാനും അതുണ്ടാക്കുന്ന ഡാമേജുകളെ തടയാനും ഏറ്റവും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയും ഏത് പ്രവർത്തിക്കുന്നു? നമ്മുടെ ഈ റൈബോഫ്ലേവിൻ എന്ന് പറയുന്ന ഈ ഘടകം പ്രവർത്തിക്കും നമ്മുടെ ശരീരത്തിൽ. അങ്ങനെയുള്ള റൈബോഫ്ലേവിന്റെ പിന്നെ സാന്നിധ്യം എവിടെയുണ്ട്? നമ്മുടെ ലയൺസ്-മാൻ ക്യാപ്സൂളിൽ അല്ലെങ്കിൽ ലയൺസ്-മാൻ മഷ്റൂമിൽ ഉണ്ട് എന്നുള്ളതാണ്.
ഇനി മൂന്നാമത്തെ ഘടകമാണ്, മൂന്നാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ B3. നിയാസിൻ അല്ലെങ്കിൽ നയാസിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ B3. ഇത് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ ഹെൽത്ത് ഓഫ് യുവർ ഹാർട്ട്, ബ്ലഡ് വെസൽസ് ആൻഡ് മെറ്റാബോളിസം. അല്ലെ, നമ്മുടെ പിന്നെ ഹൃദയ ആരോഗ്യത്തിന്റെയും അതുപോലെ ബ്ലഡിന്റെ അല്ലെ ശരിയായ നമ്മുടെ രക്തയോട്ടത്തിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ ശരീരത്തിന്റെ മെറ്റാബോളിസം കറക്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ നയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ B3. ഇറ്റ് മേ ആൾസോ യൂസ്ഡ് വിത്ത് അതർ മെഡിക്കേഷൻസ് ടു ഡിക്രീസ് ബാഡ് കൊളസ്ട്രോൾ ആൻഡ് ഫാറ്റ് സച്ച് ആസ് LDL, അതുപോലെ പിന്നെ ഇൻക്രീസ് ഗുഡ് കൊളസ്ട്രോൾ HDL ഇൻ യുവർ ബ്ലഡ്. നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന LDL കൊളസ്ട്രോൾ, അതായത് മോശമായ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ, ഡിക്രീസ് ചെയ്യാൻ അല്ലെ, പിന്നെ കുറയ്ക്കാൻ, അതിന്റെ അളവ് കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള HDL കൊളസ്ട്രോൾ, ഏറ്റവും നല്ല കൊളസ്ട്രോൾ HDL ആണ്, ആ HDL കൊളസ്ട്രോളിന്റെ അളവ് ഇൻക്രീസ് ചെയ്യാനും വർദ്ധിപ്പിക്കാനും ഏത് സഹായിക്കും? ഈ വൈറ്റമിൻ B3യുടെ സാന്നിധ്യം സഹായിക്കും. അങ്ങനത്തെ വൈറ്റമിൻ B3 വിഭാഗത്തിൽപ്പെടുന്ന ഈ നയാസിന്റെ പിന്നെ എന്താ പറയാ പിന്നെ സാന്നിധ്യം എവിടെയുണ്ട്? നമ്മുടെ ലയൺസ്മാൻ മഷ്റൂമിൽ ഉണ്ട്. ഇനി അതിന്റെ മിനറൽസ് ഒരു 3-4 മിനറൽസ് എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാംഗനീസ്. മാംഗനീസ് ഹെൽപ്സ് ദ ബോഡി ഫ്രം കണക്റ്റീവ് ടിഷ്യൂസ്, ബോൺസ്, ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആൻഡ് സെക്സ് ഹോർമോൺസ്. നമ്മുടെ ശരീരത്തിലെ സെക്സ് ഹോർമോണുകളെയും അതുപോലെ പിന്നെ ബ്ലഡ് ക്ലോട്ട് ആകുന്ന ഫാക്ടറിനെയും ഒക്കെ തടയാൻ അല്ലെ, പിന്നെ അതുപോലെ തന്നെ ബോൺസിന്റെയും ടിഷ്യൂസിന്റെയും കണക്ടിവിറ്റി കറക്റ്റ് ആക്കാനും ഒക്കെ ഏത് സഹായിക്കും? നമ്മുടെ മാംഗനീസ് എന്ന് പറയുന്ന ഈ മിനറൽസ് സഹായിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? ടിഷ്യൂസ് അല്ലെ, സെല്ലുകൾ, കുറെ സെല്ലുകൾ ചേരുമ്പോൾ എന്താവും? ടിഷ്യൂസ് ആവും. അത് കുറെ സെല്ലുകളും ടിഷ്യൂസും മജ്ജയും ഒക്കെ ചേർന്നാണ് ഏത് ആവുന്നത്? നമ്മുടെ എല്ലുകൾ അല്ലെ, എല്ലുകൾ രൂപപ്പെടുന്നത്. അപ്പൊ ഈ എല്ലുകളുടെയും ടിഷ്യൂകളുടെയും പ്രവർത്തനത്തെ കറക്റ്റ് ചെയ്യാനും ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലഡ് കട്ട പിടിക്കാൻ കാരണമാകുന്ന ഫാക്ടേഴ്സിനെയും ഒക്കെ ഇല്ലാതാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, പിന്നെ അതുപോലെ നമ്മുടെ സെക്സ് ഹോർമോൺസിന്റെ ഡെവലപ്മെന്റ്സിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് മാംഗനീസ്. ഇത് ധാരാളമായി ഏതിൽ അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ പിന്നെ ലയൺസ്മാൻ ക്യാപ്സൂളിൽ അല്ലെങ്കിൽ ലയൺസ്മാൻ മഷ്റൂമിൽ അടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഓൾസോ പ്ലേസ് എ റോൾ ഇൻ ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെ അതിന് വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കാനും പുറത്തേക്ക് തള്ളാനും ഒക്കെ സഹായിക്കും. കാൽസ്യം അബ്സോർപ്ഷൻ, നമ്മുടെ കാൽസ്യത്തിന് ആഗിരണം ചെയ്യാൻ അല്ലെ, വലിച്ചെടുക്കാൻ സഹായിക്കും. അതുപോലെ ബ്ലഡ് ഷുഗർ റെഗുലേഷൻ, ബ്ലഡ് ഷുഗറിന്റെ റെഗുലേഷൻ, ഒരു ശരിയായ ഒരു അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് മാംഗനീസ്. അതുപോലെ മാംഗനീസ് ഈസ് ഓൾസോ നെസസറി ഫോർ നോർമൽ ബ്രെയിൻ ആൻഡ് നെർവ് ഫങ്ഷൻ. നമ്മുടെ തലച്ചോറിന്റെ ഒരു സാധാരണ പ്രവർത്തനത്തിനും അതുപോലെ നെർവുകളുടെ, നമ്മുടെ നാഡീഞരമ്പുകളുടെ ഫങ്ഷൻ, സാധാരണ പ്രവർത്തനത്തിനും ഏത് സഹായിക്കും? നമ്മുടെ മാംഗനീസ് എന്ന് പറയുന്ന പിന്നെ ഈ ഘടകം, ഈ മിനറൽസ് സഹായിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത്തരം ഒരു മാംഗനീസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഏതിൽ അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ ലയൺസ്മാൻ മഷ്റൂമിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്നാണ് സിങ്ക് എന്ന് പറയുന്നത്. ഇത് സിങ്ക് എന്ന് പറയുന്ന ന്യൂട്രിയൻ ഫൗണ്ട്. സിങ്ക് എന്ന് പറയുന്നത് എന്താ? ന്യൂട്രിയൻ ഫൗണ്ട് ത്രൂ ഔട്ട് യുവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ ത്രൂ ഔട്ട് ആവശ്യമുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്, ഒരു പോഷകമാണ് ഏത്? ഈ സിങ്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയും മെറ്റാബോളിസം ഫംഗ്ഷനെയും ഒക്കെ കറക്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ സിങ്ക് ആൾസോ ഇമ്പോർട്ടന്റ് ടു വോണ്ട് ഹീലിംഗ് ആൻഡ് യുവർ സെൻസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സിങ്ക് എന്ന് പറയുന്നത് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ടു വോണ്ട് ഹീലിംഗ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ ഉണക്കാൻ, അത് അകത്തായാലും ശരി പുറത്തായാലും ശരി, ആ മുറിവുകളെ ഉണക്കാൻ അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ കഴിവ് ഏതിനുണ്ട്? ഈ സിങ്ക് എന്ന് പറയുന്ന ഘടകത്തിനുണ്ട്. ആ സിങ്ക് ധാരാളമായിട്ട് നമ്മുടെ പിന്നെ ലയൺസ്മാൻ മഷ്റൂമിൽ ഉണ്ട്. അതുപോലെയോ ആൻഡ് യുവർ സെൻസ് ഓഫ് ടേസ്റ്റ്. ചില സമയത്ത് നമുക്കറിയാം അല്ലെ, നമുക്ക് പനിയോ ജലദോഷമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ, നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സിങ്ക് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ബോഡിയിലെ പിന്നെ നമുക്കറിയാം, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പനിയോ ജലദോഷമോ ഉണ്ടാകുമ്പോൾ നമുക്ക് ആഹാരങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ പോലും നമുക്ക് ടേസ്റ്റ് മനസ്സിലാവില്ല അല്ലെ, അതിന്റെ രുചി ശരിയായ രീതിയിൽ നമുക്കത് അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ,
അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതെ നമ്മുടെ സെൻസ് ഓഫ് ടേസ്റ്റിനെയും അതുപോലെ അതിന്റെ സ്മെൽ, നമ്മുടെ സ്മെല്ലിംഗ് കപ്പാസിറ്റിയെയും എന്ത് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ നിലനിർത്താൻ ഏത് സഹായിക്കും? ഈ സിങ്കിന്റെ സാന്നിധ്യം സഹായിക്കും. അതുപോലെ വിത്ത് വേരിയഡ് ഡയറ്റ്, ഒരു എന്താ പറയാ, വ്യത്യസ്തമായ ഡയറ്റിനൊക്കെ ഏത് സഹായിക്കും? സിങ്കിന്റെ സാന്നിധ്യം സഹായിക്കും. യുവർ ബോഡി യൂഷ്വലി ഗെറ്റ്സ് ഇനഫ് സിങ്ക്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള സിങ്ക് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സിങ്കിന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ശരിയായ ഡയറ്റിനും ഏത് സഹായിക്കും? ഈ സിങ്കിന്റെ സാന്നിധ്യം സഹായിക്കും. ഫുഡ് സോഴ്സസ്, അതുപോലെ ഈ സിങ്കിന്റെ സോഴ്സ് എവിടെ നിന്നാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? പിന്നെ ചിക്കനിലും അതുപോലെ മീറ്റിലും ഒക്കെ, അതുപോലെ നമുക്ക് സിറിയൽസിലും ഒക്കെ ധാരാളമായിട്ട് സിങ്കിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കും. ഒപ്പം നമ്മുടെ ലയൺസ്മാൻ മഷ്റൂമിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള സിങ്ക് എവിടെയുണ്ട്? സിങ്കിന്റെ സാന്നിധ്യം നമ്മുടെ ലയൺസ്മാൻ മഷ്റൂമിൽ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ പിന്നെ മുറിവുകളെ ഉണക്കാൻ, അല്ലെ, മുറിവുകളെ ഹീൽ ചെയ്യാൻ സഹായിക്കും. ഒപ്പം സെൻസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെൽ, നമുക്ക് പിന്നെ അല്ലെ, നമ്മുടെ സ്മെല്ല്, നമുക്ക് മണം ശരിയായ രീതിയിൽ, വാസനകൾ തിരിച്ചറിയാനും ശരിയായ രുചികൾ തിരിച്ചറിയാനും ഒക്കെ സഹായിക്കുന്ന ഘടകമാണ് സിങ്ക്. ഈ സിങ്ക് ധാരാളമായിട്ട് നമ്മുടെ പിന്നെ ലയൺസ്മാൻ മഷ്റൂമിൽ ഉണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് പൊട്ടാഷ്യം. പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഹാസ് മെനി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. ധാരാളം പ്രവർത്തനങ്ങൾ ഈ പൊട്ടാഷ്യത്തിന്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് എന്തൊക്കെ ചെയ്യുന്നു? ഇത് ഞരമ്പുകളെ ഉത്തേജനത്തോട് എന്ത് ചെയ്യും? പ്രതികരിക്കാനും പേശികൾ ചുരുങ്ങാനും, അതായത് ടൈറ്റ് ആകാനും അനുവദിക്കുന്നു. ഹൃദയത്തിലുള്ളവ ഉൾപ്പെടെ, നമ്മുടെ ഹൃദയത്തിലെ പേശികൾ ഉൾപ്പെടെ സ്ട്രോങ് ആകാൻ, അല്ലെ, വലിഞ്ഞു തൂങ്ങാതെ സ്ട്രോങ് ആയി നിലനിർത്താൻ, നമുക്ക് ഹൃദയത്തിന്റെ പേശികളെ സ്ട്രോങ് ആക്കാനും ഞരമ്പുകളെ കൃത്യമായി ഉത്തേജിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഘടകമാണ് പൊട്ടാഷ്യം. ഇത് രക്തസമ്മർദ്ദത്തിൽ സോഡിയത്തിന്റെ പ്രഭാവം എന്ത് ചെയ്യും? കുറയും. സോഡിയത്തിന് എവിടെ ഉണ്ടാകുന്ന സോഡിയം? നമുക്ക് സാധാരണ ടേബിൾ ഉപ്പില്, അല്ലെ, നമ്മൾ ടേബിൾ ഉപ്പിലുള്ള പൊടിയുപ്പ്, വെള്ള കളറുള്ള പൊടിയുപ്പ്, ഈ പൊടിയുപ്പിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്ന അളവിലധികമായി ചെല്ലുന്ന സോഡിയത്തിന്റെ പ്രഭാവം കുറയ്ക്കാൻ ഏത് സഹായിക്കും? ഈ പൊട്ടാഷ്യം സഹായിക്കും. അതുകൊണ്ടാണ് വാഴപ്പഴമൊക്കെ, അല്ലെ, നമ്മൾ ഏത്തപ്പഴമൊക്കെ ധാരാളമായി കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്. അതുപോലെ കോശങ്ങളിലേക്ക് പോഷകങ്ങൾ നീക്കാനും കോശങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ പുറന്തള്ളാനും ഏത് സഹായിക്കും? പൊട്ടാഷ്യം സഹായിക്കും. നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കും ചെറുപ്പത്തിലൊക്കെ, അല്ലെ. പിന്നെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞാൽ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി കൊടുക്കും. കാരണം എന്താ? അവർക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പൊട്ടാഷ്യം കിട്ടണം. അതിലൂടെ അവരുടെ ശരീരത്തിൽ പിന്നെ അകത്തേക്ക് പോകാൻ സാധ്യതയുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേറെ ഒന്നും അവർക്ക് ഇല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങളിലേക്ക് പോഷകങ്ങൾ നിറയ്ക്കാൻ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, പോഷകങ്ങൾ പിന്നെ കൊടുക്കാനും കോശങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ പുറന്തള്ളാനും ഇത് സഹായിക്കുന്നുണ്ട്. ഈ പൊട്ടാഷ്യം സഹായിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം കേട്ടതില് എന്തെങ്കിലും നമുക്ക് മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇത്ര നേരം കേട്ടതിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ, അല്ലെങ്കിൽ ഓക്കെ ആണോ എന്ന് തോന്നുന്നു? ഈ ഇത്രയും നേരം കേട്ടതിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ വന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നിടുക, കെ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ അല്ലെങ്കിൽ എൻ എന്ന് ടൈപ്പ് ചെയ്യുക. നോ എന്ന വാക്കിന്റെ ഒരു ഷോർട്ടായിട്ട്. ഓക്കെ ആണെങ്കിൽ കെ, അല്ലെങ്കിൽ എൻ. ഓക്കെ, താങ്ക് യു. ഒരു ഓക്കെ, 34 പേരുണ്ട്. അതിൽ 14 പേരാണ് റിപ്ലൈ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാവരും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പകുതി പേർക്ക് ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം പ്രോഗ്രാം ഫിനിഷ് ചെയ്തതിന് ശേഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ റിപ്ലൈ തന്നതിന് നന്ദി. താങ്ക് യു. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ പൊട്ടാഷ്യത്തെ കുറിച്ച്. അപ്പോൾ പൊട്ടാഷ്യത്തിന്റെ പ്രാധാന്യം എവിടെയുണ്ട്? അല്ലെങ്കിൽ ധാരാളമായിട്ട് നമ്മുടെ ലയൺസ്മാൻ ക്യാപ്സൂളിൽ, അല്ലെങ്കിൽ ലയൺസ്മാൻ മഷ്റൂമിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇനി മൈൻഡ്ഫുൾ മൊമെന്റ്സ് എവരിഡേ, ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ലയൺസ്മാൻ നമുക്ക് ഈ മൈൻഡ്ഫുൾ മൊമെന്റ്സിന് വേണ്ടി, അല്ലെ, നല്ല മനസ്സാന്നിധ്യത്തോടെ എല്ലാ ദിവസവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പിന്നെ നമ്മുടെ യാത്ര അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് മൈൻഡ്ഫുൾ മൊമെന്റ്സ് സഹായിക്കുന്ന, അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മൈൻഡ് നമുക്ക് പറയില്ല അല്ലെ, മനസ്സമാധാനം. മനസ്സമാധാനം ആണ് എല്ലാ മനുഷ്യർക്കും, പണമുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം ആണ് ഇന്ന് പലർക്കും ഇല്ലാതെ പോകുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു മൈൻഡ്ഫുൾ മൊമെന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. നമ്മുടെ ലയൺസ്മാൻ ക്യാപ്സൂൾ അല്ലെങ്കിൽ ലയൺസ്മാൻ മഷ്റൂമിന്റെ ഉപയോഗം സഹായിക്കും. എൻഹാൻസ്ഡ് മെന്റൽ ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്, റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. അപ്പോൾ ഇത് മൈൻഡ്ഫുൾ മൊമെന്റ്സിനെ എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇതിനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വെച്ചാൽ എൻഹാൻസ് മെന്റൽ ക്ലാരിറ്റി. നമ്മുടെ മെന്റൽ ക്ലാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിന്റെ അല്ലെ, നമ്മുടെ ചിന്തയുടെ ഒരു ക്ലാരിറ്റി കിട്ടാനുണ്ട്. നമുക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു ക്ലാരിറ്റി. നമ്മൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ ക്ലാരിറ്റി ഇല്ല അല്ലെ. പെട്ടെന്ന് ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലായില്ല എന്നതിന്റെ അർത്ഥം നമ്മുടെ ഒരു മൈൻഡ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അല്ലെ. അപ്പോൾ ആ ഒരു മെന്റൽ ക്ലാരിറ്റി നൽകാൻ ഏറ്റവും നന്നായിട്ട് ഗ്രാഹ്യശേഷി, ആ ഒരു പദം വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ, പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു മെന്റൽ ക്ലാരിറ്റി തരാൻ ഏത് സഹായിക്കും. അതിനെ എൻഹാൻസ് ചെയ്യാൻ, പരിപോഷിപ്പിക്കാൻ നമ്മുടെ ലയൺസ്മാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒപ്പം ഫോക്കസ് ചെയ്യാൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, മങ്സ്, നമ്മുടെ മുനിമാർ അല്ലെങ്കിൽ സന്യാസിമാർ, അല്ലെങ്കിൽ അത്തരത്തില് ഒരു ഭൗതിക ജീവിതത്തെ വെടിഞ്ഞുകൊണ്ട് ആത്മീയതയിലേക്ക് പോകുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു മൈൻഡ് കോൺസെൻട്രേഷൻ വേണം അല്ലെ. അവർക്ക് ശരിയായ ഒരു മെഡിറ്റേഷനോ ഒരു പ്രാർത്ഥനയോ ചെയ്യണമെങ്കിൽ അവരുടെ മൈൻഡ് എപ്പോഴും എന്താവണം, ക്ലിയർ ആവണം, മെന്റൽ ക്ലാരിറ്റി വരണം അല്ലെ, ഒരു ഫോക്കസ്ഡ് മൈൻഡ് കിട്ടണം. അപ്പൊ അത്തരത്തിൽ ഒരു ഫോക്കസ്ഡ് മൈൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞു പ്രായത്തിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ ഈ ലയൺസ്മാന്റെ ഉപയോഗം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലാരിറ്റി ആകും അല്ലെ. ഒരു ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ക്ലിയർ വിഷൻ, അല്ലെങ്കിൽ ഒരു ക്ലിയർ വിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുപോലെ റെഡ്യൂസ് ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ അല്ലെ. ഡിപ്രഷനും ആൻസൈറ്റിയും പോലുള്ള പ്രശ്നങ്ങളെ റെഡ്യൂസ് ചെയ്യാനും ഇത് സഹായിക്കും. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ യുവതലമുറ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഡിപ്രഷനും അതുപോലെ ആൻസൈറ്റിയും പോലുള്ള പ്രശ്നങ്ങൾ അല്ലെ. ഒരുപാട് പേര് അല്ലെ, വീട്ടിലെ രക്ഷിതാക്കളുടെ അവഗണനയും അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള കമ്പാരിസനും ഒക്കെ അല്ലെ. നമ്മൾ കുഞ്ഞുങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞു, ഇപ്പൊ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു, മാർക്ക് ലിസ്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾ കമ്പാരിസൺ ചെയ്യും മറ്റ് കുട്ടികളുമായിട്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽവാസിയായ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റും നമ്മുടെ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റുമായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യും അല്ലെ, താരതമ്യം ചെയ്യും. എന്നിട്ട് അവരെ കുറ്റപ്പെടുത്തി, നീ അവനെ കണ്ടില്ലേ, അവൻ നന്നായി പഠിച്ചില്ല, അല്ലെങ്കിൽ ആ കുട്ടി നന്നായി പഠിച്ചില്ല, നിനക്കെന്തുകൊണ്ട് പഠിച്ചുകൂടാ എന്ന് നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെ എന്ത് ചെയ്യും, ഹരാസ് ചെയ്യും, വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പൊ നമുക്ക് നമ്മളോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും നമ്മളോടുള്ള ഒരു മാനസിക അടുപ്പവും ഒക്കെ നമ്മുടെ മക്കളിൽ നിന്നും കുറയും. അങ്ങനെ താരതമ്യത്തിലേക്ക് പോകാതെ നമ്മൾ എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങളെ ഉള്ള മാർക്കിന് സപ്പോർട്ട് കൊടുക്കുക, വീണ്ടും മാർക്ക് അല്ലെങ്കിൽ കുറെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പലതരം സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുത്തു പോകുമ്പോൾ ഈ യുവതലമുറ ഈ പറയുന്ന കഞ്ചാവിന്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോശം ലൈഫ് സ്റ്റൈലിലേക്ക് പോകാതെ, ഒരു ഡിപ്രഷൻ മോഡിലേക്ക് പോകാതെ, അല്ലെങ്കിൽ ഒരു ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ നമ്മുടെ യുവതലമുറ നമ്മളോടൊപ്പം എന്ത് ചെയ്യും, നമ്മളെക്കാൾ നന്നായിട്ട് ഇനി അങ്ങോട്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ അവർക്ക് സാധിക്കും. അപ്പൊ അത്തരം ഒരു അവസ്ഥയിലേക്ക് പോലും എത്തിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കാൻ, നമ്മളെ എത്തിക്കാൻ, നമ്മൾ ഓരോരുത്തരെയും എത്തിക്കാൻ ഇത് സഹായിക്കും. നമ്മുടെ ഈ ലയൺസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു മഷ്റൂമിന്റെ ഉപയോഗം തീർച്ചയായിട്ടും സഹായിക്കും അല്ലെ. ദൈവം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് കിട്ടി നമുക്ക് ഒരുക്കി വെച്ചിട്ട്, ഈ പ്രകൃതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഖുറാനിലും അല്ലെങ്കിൽ മറ്റ് മതഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് കഴിക്കാൻ, നമുക്ക് വിളവെടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല ഒരു നേച്ചറാണ്, പ്രകൃതിയാണ് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു പ്രകൃതിയെ, ഈ ഒരു പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ഈ ഒരു ഏറ്റവും നല്ല ഭക്ഷണത്തെ നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചറിയാൻ വൈകുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് തിരിച്ചറിവുകൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള തിരിച്ചറിവുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നത്. അപ്പോൾ ഈ
പ്രകൃതിയിലുള്ള ദൈവം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഈ പ്രകൃതിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഫൈനസ്റ്റ് പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫൈനസ്റ്റ് പിന്നെ മഷ്റൂം ആണ്, ഒരു ഭക്ഷണമാണ്, അല്ലെ, ഡെയിലി സപ്ലിമെന്റ് ആണ് നമ്മുടെ ലയൺസ് മാൻ എന്ന് പറയുന്നത്. പിന്നെയോ ന്യൂറോ പ്രൊട്ടക്ഷൻ. ഇത് നമുക്ക് തരുന്ന മറ്റൊരു പ്രത്യേകത ന്യൂറോ പ്രൊട്ടക്ഷൻ. നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ, അല്ലെ, നമ്മുടെ നെർവുകൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഞരമ്പുകൾ, അതിലെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഏത് പ്രവർത്തിക്കുന്നു? നമ്മുടെ പിന്നെ ലയൺസ് മാൻ പ്രവർത്തിക്കുന്നു. റെഡ്യൂസ് ബ്രെയിൻ സെൽ ഇൻഫ്ലമേഷൻ ആൻഡ് സെൽ ഡെത്ത്. നമ്മുടെ തലച്ചോറിൽ പല ആഘാതങ്ങൾ ഉണ്ടാവും, അല്ലെ. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, അപ്പോൾ തലച്ചോറിലെ ക്ഷതമേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ക്ഷതമേറ്റ ഭാഗം എന്ത് ചെയ്യും? അവിടെയുള്ള സെല്ലുകൾ നശിച്ചു പോകും. അപ്പോൾ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ വീക്കം പോലുള്ള പ്രശ്നങ്ങൾ വന്ന് അവിടെയുള്ള സെല്ലുകൾ ഡെത്തായി പോകും, മരിച്ചു പോകും, നശിച്ചു പോകും. അപ്പൊ അങ്ങനെയുള്ള പിന്നെ അവസരങ്ങളിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കുറയ്ക്കാൻ ഏത് സഹായിക്കും? നമ്മുടെ പിന്നെ ലയൺസ് മാൻ സഹായിക്കും. റെഡ്യൂസ് ബ്രെയിൻ സെൽ ഇൻഫ്ലമേഷൻ. നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവുന്ന പിന്നെ സെല്ലുകളുടെ ഇൻഫ്ലമേഷൻ, വീക്കത്തെയും ഒപ്പം ആൻഡ് സെൽ ഡെത്ത്, നമ്മളുടെ കോശങ്ങളുടെ നാശത്തെയും റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാൻ ഈ ലയൺസ് മാന്റെ ഉപയോഗം സഹായിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള തലച്ചോറിന്റെ ക്ഷതമേറ്റ ആളുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ നമ്മുടെ ലയൺസ് മാൻ കൊടുത്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് വേണമെങ്കിൽ എടുക്കാൻ സാധിക്കും. അപ്പൊ അവർക്ക് കൃത്യമായ ഒരു അവയർനെസ് കൊടുത്ത് നമ്മുടെ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ലയൺസ് മാന്റെ ഉപയോഗം ശരിയായ രീതിയിൽ ഒരു ഫുഡ് ന്യൂട്രീഷനെയോ ഒരു ഹെൽത്ത് ന്യൂട്രീഷനെ കണ്ട് അവരുടെ പിന്നെ അഡ്വൈസ് ഒക്കെ കേട്ട് കൃത്യമായ അളവിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യും? നമ്മുടെ അല്ലെങ്കിൽ ബ്രെയിനിലെ ന്യൂറോകളെ, അല്ലെ, നെർവുകളെ, നമ്മുടെ നാഡീഞരമ്പുകളെയും അതിലുള്ള കോശങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ പിന്നെ ലയൺസ് മാൻ സഹായിക്കും. പിന്നെയോ കൊളസ്ട്രോൾ മാനേജ്മെന്റ്, അല്ലെ, ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് ബാലൻസ്ഡ് ലിപ്പിഡ് ലെവൽ. അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് കൊളസ്ട്രോൾ വേണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു HDL LDL കൊളസ്ട്രോൾ. അപ്പൊ ഈ LDL കൊളസ്ട്രോളിന്റെ ആധിക്യമാണ് നമ്മൾ എന്തായിട്ട് ഇപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം, അല്ലെ, പിന്നെ ബ്ലഡിന്റെ ആ ചുവന്ന രക്താണുക്കള്, അല്ലെ, ചുവന്ന ആ രക്തത്തിന്റെ പിന്നെ സർക്കിളുകൾ കാണാൻ പറ്റും. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ രക്തക്കുഴലിൽ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെ, തടിച്ച് വീർത്ത് വെച്ചിട്ടുണ്ട്. ആ സാധനമാണ് എന്ത്? ഈ ചീത്ത കൊളസ്ട്രോൾ. അപ്പൊ ഈ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ ഏത് സഹായിക്കും? ആ പിന്നെ കൊളസ്ട്രോളിന്റെ ലിപ്പിഡ് ലെവലിനെ ബാലൻസ് ചെയ്യാൻ ഏത് സഹായിക്കും? നമ്മുടെ പിന്നെ ലയൺസ് മാന്റെ ഉപയോഗം നമ്മളെ സഹായിക്കും. അപ്പൊ രക്തത്തിലെ HDL കൊളസ്ട്രോളിനെ നിലനിർത്തി LDL കൊളസ്ട്രോളിനെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഏത് സഹായിക്കും? നമ്മുടെ ലയൺസ് മാന്റെ ഉപയോഗം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെയോ NGF, ന്യൂറൽ ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പൊ അതെങ്ങനെയാ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് ന്യൂറൽ ഗ്രോത്ത് ഫാക്ടർ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് രണ്ട് ടൈപ്പാണ്. അതായത് ഹെറിസനോൺസും എറിനാസിൻസും. ഇപ്പൊ ഇങ്ങനെ ഒരു രണ്ട് ഘടകങ്ങളുണ്ട്. ഇത് നമ്മുടെ പിന്നെ ന്യൂറൽ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഈ രണ്ട് ഘടകങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഏത് സഹായിക്കും? നമ്മുടെ പിന്നെ ഈ ലയൺസ് മാന്റെ ഉപയോഗം സഹായിക്കും. അത് എങ്ങനെയാന്ന് വെച്ചാല് ടു പ്രൊമോട്ട് ന്യൂ കണക്ഷൻസ് ബിറ്റ്വീൻ ബ്രെയിൻ സെൽസ്. അതായത് ഈ നമ്മുടെ ബ്രെയിനിന്റെ, നമ്മുടെ തലച്ചോറിന്റെ സെല്ലുകളുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു ഫാക്ടറാണ് ഈ രണ്ട് ടൈപ്പ് ഓഫ് ന്യൂറൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഹെറിസനോൺസും എറിനാൻസൈൻസും. അപ്പൊ ഈ രണ്ട് ഘടകങ്ങളെയും എന്ത് ചെയ്യാൻ, ശരിയായ രീതിയിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ, തലച്ചോറുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ ഏത് സഹായിക്കും? നമ്മുടെ ലയൺസ് മാന്റെ സാന്നിധ്യം സഹായിക്കും. അതുപോലെ എൻഹാൻസ്ഡ് സെൽ സെൻസിങ്. നമ്മുടെ സെൻസിന്റെ സെൻസിങ് എന്ന് പറയുന്ന ഒരു സെൻസ്, നമ്മൾ എന്താ പറയാ, പെട്ടെന്നൊരു കാര്യം ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റി, എനിക്കൊന്ന് ഊഹിച്ചെടുക്കാൻ പറ്റി, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്നത് മൈൻഡിൽ വന്നു എന്നൊക്കെ നമ്മൾ ചില സമയത്ത് പറയും, അല്ലെ. നമുക്ക് ഒരു സെൻസ് ചെയ്യാൻ പറ്റും, അല്ലെ. നമ്മുടെ നമുക്ക് പറയുന്നില്ല, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം എന്ന് പറയുന്നത് പോലെ ഒരു സെൻസ് എന്ന് പറയുന്ന ഒരു നോളജ് ഉണ്ട്. ഒരു വല്ലാത്തൊരു കഴിവാണ്. പെട്ടെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാനും അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാനും ഒരു വല്ലാത്തൊരു കഴിവാണ്. ആ ഒരു കഴിവിനെ എൻഹാൻസ് ചെയ്യാൻ, അത് ഈ നമ്മുടെ ന്യൂറൽ സംബന്ധമായിട്ടുള്ള ചില കഴിവുകളാണ്. അതിനെ പിന്നെ എന്താ പറയാ, ഒരു പിന്നെ ഇൻക്രീസ് ചെയ്യാൻ ഏത് സഹായിക്കും? നമ്മുടെ ലയൺസ് മാന്റെ സാന്നിധ്യം സഹായിക്കും. പിന്നെയോ സ്റ്റാൻഡ് സ്ട്രോങ്ങർ അഗെയിൻസ്റ്റ് ഇൽനെസ്സും വെൽനെസ്സും. ഇപ്പൊ ഇന്ന് വെൽനെസ് വേൾഡ് ആണ്, അല്ലെ. വെൽനെസ് യുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വെൽനെസ്സിന് എതിരാണ് ഇൽനെസ് എന്ന് പറയുന്നത്.
ജീവിതശൈലി രോഗങ്ങളും ഈ പറയുന്ന ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളും ഡിപ്രഷനും ഇതൊക്കെ ഇൽനെസ്സിൽ പെടും. ഇത്തരം ഇൽനെസ്സിൽ നിന്നും സ്ട്രോങ് ആയിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെ, ഒരു കുട പോലെ, ഒരു എന്താ പറയാ, ഒരു പരിച പോലെ, ഒരു ഷീൽഡ് പോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. നമ്മുടെ ലയൺസ്മാന്റെ ഉപയോഗം നമ്മളെ സഹായിക്കും. ഇനി അത് എങ്ങനെയൊക്കെ എന്ന് വെച്ചാല് നമ്മുടെ നമ്മുടെ നെർവുകൾ, അല്ലെ, നേരത്തെ പറഞ്ഞില്ലേ, രണ്ട് ന്യൂറൽ സംബന്ധമായിട്ടുള്ള രണ്ട് പിന്നെ എന്താ പറയാ, പിന്നെ നമ്മുടെ രണ്ട് ഫാക്ടേഴ്സ് നമ്മളിപ്പോ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫാക്ടേഴ്സിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഒന്ന് ഓടിച്ചു നോക്കാം. അതായത് കോഗ്നിറ്റീവ് കോമ്പൗണ്ട്സ്, ഇത് പിന്നെ അതായത് ഹെർസിനോണുകളും എറിനാസിനുകളും, ഇത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും മസ്തിഷ്ക സംരക്ഷണം നൽകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതായത് ഈ രണ്ട് കോമ്പൗണ്ടുകൾ, ഇതാണ് നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ തലച്ചോറുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന രണ്ട് ഫാക്ടറുകൾ. ഈ രണ്ട് ഫാക്ടറുകളും നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും മസ്തിഷ്ക സംരക്ഷണത്തിനും ഒക്കെ സഹായിക്കുന്ന രണ്ട് ഫാക്ടറുകളാണ്. ഈ ഫാക്ടറുകളുടെ ശരിയായ പ്രവർത്തനം എൻഹാൻസ് ചെയ്യാൻ, ബൂസ്റ്റ് ചെയ്യാൻ ഏത് സഹായിക്കും? നമ്മുടെ ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻ, അല്ലെങ്കിൽ എന്താ പറയാ, ബൂസ്റ്റ് കോഗ്നിഷൻ ആൻഡ് ഓഫർ ബ്രെയിൻ പ്രൊട്ടക്ഷൻ, അല്ലെ, നമ്മുടെ മസ്തിഷ്ക സംരക്ഷണത്തിനും ഒപ്പം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും, അല്ലെ, തിരിച്ചറിവ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ ആ തിരിച്ചറിവിനെയും നമ്മുടെ അറിവിനെയും ഗ്രാഹ്യശേഷിയെയും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഈ പിന്നെ ലയൺസ്മാന്റെ ഉപയോഗം സഹായിക്കും എന്നുള്ളതാണ്. പിന്നെയോ സെൻസറി ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആംപ്ലിഫയർ എന്നൊക്കെ പറയില്ലേ, പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്സിലൊക്കെ, അല്ലെ. എന്താ ആംപ്ലിഫയറിന്റെ പ്രത്യേകത? ഒരു ചെറിയ ഒരു സൗണ്ട് സിസ്റ്റത്തിൽ നിന്നും മറ്റ് ഒരുപാട് സ്പീക്കറിലേക്ക്, അല്ലെ, ഇപ്പൊ നമ്മൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് സിസ്റ്റമോ വെച്ചിട്ട് ഒരു ആംപ്ലിഫയർ, അതിന്റെ ഇടയ്ക്ക് ഒരു ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ട് ആ ആംപ്ലിഫയറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിവിധ തരം സ്പീക്കറുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൗണ്ടിനെ അല്ലെങ്കിൽ ഈ പാട്ടിനെ, മ്യൂസിക്കിനെ എത്തിക്കാൻ പറ്റും. എന്നതുപോലെ ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ് അല്ലെങ്കിൽ ഒരു ആംപ്ലിഫിക്കേഷൻ കഴിവ് അതിനെ എന്ത് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ, അല്ലെ. നമുക്കറിയാലോ, ഒരു ഉദാഹരണം, നമ്മൾ നിമിഷ കവികൾ നമുക്ക് പറയും. അല്ലെങ്കിൽ പെട്ടെന്നൊരു വാക്ക് തന്നിട്ട് ആ വാക്കിനെ എന്ത് ചെയ്യാൻ പറ്റും? വാക്കിനെ നമ്മൾ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്ക് തന്നിട്ട് ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് ആ ഒരു വാക്കിനെ കുറിച്ച് നന്നായിട്ട്, ഇപ്പോ സ്നേഹം എന്നൊരു വാക്കിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ വിപുലമായി എന്ത് ചെയ്യാൻ പറ്റും? വിപുലീകരിക്കുക എന്നൊരു പ്രോസസ്സ് ഉണ്ട്. നമുക്ക് പണ്ടൊക്കെ എക്സാമിലൊക്കെ, അല്ലെങ്കിൽ അല്ലെ മലയാളത്തിലൊക്കെ നമുക്ക് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വിപുലീകരിക്കുക, ഒരു വാക്ക് തന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയും. അപ്പൊ എന്നതുപോലെ നമുക്കൊരു കുഞ്ഞറിവ് കിട്ടുമ്പോൾ ആ അറിവിനെ എൻഹാൻസ് ചെയ്യാൻ, അതിനെ ഗ്രോത്ത്, അല്ലെ, പലതരത്തിൽ അതിനെ പിന്നെ ആംപ്ലിഫൈ ചെയ്ത് ഒരുപാട് അറിവുകൾ, അതിന്റെ പിന്നെ ഉപ അറിവുകളിലേക്ക് പോകാനും, അത് ഇപ്പോ പണ്ട് ആരോ പറഞ്ഞ പോലെ തെങ്ങിനെ കുറിച്ച് വിവരിക്കാൻ പറഞ്ഞപ്പോ നമുക്ക് ഓർമ്മയുണ്ടോ? ഒരു കോമഡി പോലെ നമ്മൾ പണ്ടപ്പോഴും കേട്ടിട്ടുണ്ട്. തെങ്ങിനെ കുറിച്ച് ഒരു കുട്ടിയോട് വിവരിക്കാൻ പറഞ്ഞു. അപ്പൊ തെങ്ങ് കേരളത്തിൽ വളരുന്ന വൃക്ഷമാണ് പിന്നെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അവസാനം തെങ്ങിന്റെ ചോട്ടിലൊരു പശുവുണ്ട്, പശു നമുക്ക് പാല് തരുന്നു, അല്ലെ, പശു തിന്നുന്ന പുല്ലാണെന്ന് പറഞ്ഞതുപോലെ പിന്നെ ഒരു ഫാക്ടർ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് കിട്ടുമ്പോൾ അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ, അതിൽ നിന്നും ഒരുപാട് പിന്നെ അറിവുകൾ തേടാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കഴിവാണ് ഈ പിന്നെ സെൻസറി ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു കഴിവ്. ആ കഴിവ് ഒപ്റ്റിമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കുറെ കൂടി ശക്തിപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങൾ, കോമ്പൗണ്ടുകൾ ഏതിലുണ്ട്? നമ്മുടെ പിന്നെ ഈ നമ്മുടെ ലയൺസ്മാനിൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെയോ മെമ്മറി ബൂസ്റ്റ്, നമ്മുടെ മസ്തിഷ്ക കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും നമ്മുടെ പ്രത്യേകിച്ച് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന നമ്മുടെ പിന്നെ തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഹിപ്പോ ക്യാമ്പസ്. ഈ ഹിപ്പോ ക്യാമ്പസിലെ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും അതിന്റെ പ്രവർത്തനങ്ങളെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാനും ഒക്കെ പിന്നെ എന്ത് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാനും അതിനെ പിന്നെ പ്രവർത്തിപ്പിക്കാനും ഒക്കെ പുനരുജ്ജീവിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതിലുണ്ട്? നമ്മുടെ ലയൺസ്മാനിലുണ്ട്. അപ്പോൾ നമ്മുടെ മെമ്മറി ബൂസ്റ്റ്, അല്ലെ, ഓർമ്മശക്തി കൂട്ടാൻ ഏത് സഹായിക്കും? അപ്പൊ നമുക്ക് ഈ ലയൺസ്മാൻ ആർക്കൊക്കെ കൊടുക്കാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക, അല്ലെ. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇത് പിന്നെ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്ക് കൊടുക്കാമോ, അല്ലെങ്കിൽ മറ്റു അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമോ എന്നൊക്കെ നിങ്ങൾക്ക് പല സംശയങ്ങളും ഇപ്പൊ മനസ്സിൽ വന്നേക്കാം. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക. ഒപ്പം സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളെ കൊണ്ടുവന്ന ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നെ പരസ്പരം എന്ത് ചെയ്യാം, അത് നമുക്ക് തന്നെ ഇപ്പം ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ലയൺസ്മാൻ ഫോർ
ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പിന്നെ സെന്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ നമുക്ക് ഏത് ഭാഷയിലും കിട്ടും. അപ്പോൾ എന്നതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അതിനുള്ള അറിവുകൾ നമുക്ക് ശേഖരിക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ നമുക്കും ഈ അറിവുകൾ ശേഖരിക്കാൻ കഴിയണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സെൻസിങ് ആംപ്ലിഫിക്കേഷൻ ഇവിടെ വർക്കാവും, ഈ പിന്നെ നമ്മുടെ പ്രവർത്തനത്തിൽ വർക്കാവും. അങ്ങനെ പ്രവർത്തനത്തിൽ വർക്കാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലയൺസ്മാൻ വാങ്ങിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ലയൺസ്മാൻ നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യും. എങ്ങനെ? നമ്മുടെ മെമ്മറി ബൂസ്റ്റ് അല്ലെ, ഓർമ്മശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളെ എല്ലായ്പ്പോഴും സഹായിക്കുന്നു. പിന്നെയോ സിഗ്നൽ സപ്പോർട്ട്, ഫലപ്രദമായ മസ്തിഷ്ക ആശയ വിനിമയത്തിനായി ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് പിന്നെ സിഗ്നൽ അല്ലെ, നമുക്ക് ഒരു വിഷയം കേൾക്കുമ്പോൾ ഒരു കണക്ഷൻ വരണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെ, നേരത്തെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ബന്ധം എന്നൊരു വാക്കിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആ ബന്ധവുമായിട്ട് അല്ലെങ്കിൽ ഒരു സ്നേഹം എന്ന വാക്കുമായിട്ട്, അല്ലെങ്കിൽ അമ്മ എന്നൊരു വിഷയം, അല്ലെങ്കിൽ അച്ഛൻ അല്ലെ, ഫാദർ, അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ആ പിതാവ് എന്ന വാക്കിൽ നിന്ന് അല്ലെങ്കിൽ അമ്മ എന്ന വാക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാനും നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നും വായിച്ച ചില അറിവുകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് പിന്നെ അതിന്റെ സിഗ്നൽ സപ്പോർട്ട് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ എന്നതുപോലെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതിന്റെ അറിവുകളെ തേടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പിന്നെ സിഗ്നൽ സപ്പോർട്ട് എവിടെ കിട്ടും, നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഈ നെർവുകളെ എന്ത് ചെയ്യും, ഇത് പ്രൊട്ടക്ട് ചെയ്യും, നെർവുകളെ ബൂസ്റ്റ് ചെയ്യും, അതിലെ പ്രവർത്തനങ്ങളെ എൻഹാൻസ് ചെയ്യാനുള്ള കഴിവ് ഏതിനുണ്ട്, നമ്മുടെ ലയൺസ്മാൻ ഉണ്ടെന്നുള്ളതാണ്. പിന്നെയോ ന്യൂറൽ ഗ്രോത്ത്, നമ്മുടെ പുതിയ മസ്തിഷ്ക ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഹെറിസിനോണുകളും നേരത്തെ ഞാൻ സൂചിപ്പിക്കുന്ന രണ്ട് പിന്നെ ന്യൂറൽ കോമ്പൗണ്ടുകളാണ്, ന്യൂറൽ ഫാക്ടറുകളാണ്. ഈ രണ്ട് ന്യൂറൽ ഫാക്ടറുകളെയും വർദ്ധിപ്പിക്കാൻ, അതിന്റെ ഗ്രോത്ത് ശരിയായ രീതിയിൽ വളരാൻ ഏത് സഹായിക്കും, നമ്മുടെ ലയൺസ്മാൻ സഹായിക്കും. പിന്നെയോ ഗട്ട് ഹെൽത്ത്, നമ്മുടെ പിന്നെ മൈക്രോബയോട്ടിക് അല്ലെ, ഗട്ട് ഹെൽത്തിനെ മെച്ചപ്പെടുത്താൻ, അതുപോലെ കുടലിന്റെ പ്രതിരോധ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഒക്കെ ഇത് സഹായിക്കും, നമ്മുടെ ലയൺസ്മാന്റെ ഉപയോഗം സഹായിക്കും. അപ്പൊ ദഹനം എന്ത് ചെയ്യും, ക്ലിയർ ആവും. ദഹനം ക്ലിയർ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വയർ സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇല്ലാതാവും. അതിലൂടെ പ്രിവെന്റ് അൾസർ അല്ലെ, അൾസർ പോലുള്ള പല പ്രശ്നങ്ങളെയും പ്രിവെന്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ ഇത് സഹായിക്കും, നമ്മുടെ ലയൺസ്മാന്റെ ഉപയോഗം സഹായിക്കും. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന്, ഇതിപ്പോ കുഞ്ഞിന് നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾക്ക് നമുക്കത് കൊടുക്കാമോ, അല്ലെങ്കിൽ കൊടുത്താൽ അവർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്. അതെ, സമയമില്ലാത്തതുകൊണ്ട് സ്ലൈഡിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഒരുപാട് ഗുണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ നമുക്കിത് കിട്ടും, ഇത് അതിന്റെ വേണമെങ്കിൽ ഞാൻ അതിന്റെ മലയാളത്തിലൊന്ന് ആക്കി തരാം. ഇങ്ങനെയാണ് ഞാനത് സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലയൺസ്മാൻ ഫോർ കിഡ്സ്, ലയൺസ്മാൻ ഫോർ പ്രഗ്നന്റ് ലേഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഈ തരത്തിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. ഇതിൽ കുട്ടികൾക്ക് സിംഹത്തിന്റെ മെയിൻ എന്ന് പറഞ്ഞ ലയൺസ്മാൻ എന്ന് പറഞ്ഞ വാക്കാണ് കേട്ടോ. അപ്പൊ ഇത് കുട്ടികൾക്ക് എങ്ങനെ ലയൺസ്മാൻ എങ്ങനെ ശരിയാവുന്ന വെച്ചാല് പിന്നെ കുട്ടികളിൽ ഉണ്ടാവുന്ന ഉത്കണ്ഠ, വിഷാദം പോലുള്ള പ്രശ്നങ്ങൾ, അതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. നാഡീ വളർച്ച എന്ത് ചെയ്യുന്നു, അത് പ്രോട്ടീനുകളെ ഉത്തേജിപ്പിക്കുന്നു. വൈജ്ഞാനിക ആരോഗ്യം നയിക്കുന്നു അല്ലെ, വൈജ്ഞാനിക ആരോഗ്യം നമ്മുടെ സെൻസ് എന്താ പറയാ ഹെൽത്തിനെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് ഹെൽത്തിനെ പ്രവർത്തിപ്പിക്കാൻ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അതുപോലെ നാഡീകോശങ്ങൾക്കെതിരെയുള്ള ഒരു സംരക്ഷിത ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു കവചമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നു. തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഹൃദ്രോഗം, അതുപോലെ രക്തം കട്ടപിടിക്കുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഉറക്ക തകരാറുകളുടെ സാധ്യത ഉറക്കമില്ലായ്മ കുറയ്ക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നു. അതുപോലെ പ്രമേഹമുള്ളവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ലയൺസ്മാൻ എന്ന് പറയുന്നത്. ക്യാൻസറിനെതിരെ പോരാടുന്നു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ സഹായിക്കുന്നു. അതുപോലെ ദഹന ആരോഗ്യം മെച്ചപ്പെടുത്തും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. പിന്നെയോ ഇതിന്റെ പ്രത്യേകതകൾ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അതുപോലെ ADHD പോലുള്ള ഈ പിന്നെ മൈൻഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ലയൺസ്മാൻ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലെ. അതുപോലെ ഉത്കണ്ഠ, നമ്മളെ ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ പിന്നെ ലയൺസ്മാൻ. അതുപോലെ പിന്നെ നല്ല ഉറക്കം കിട്ടാൻ,
അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സംസാര കാലതാമസത്തിന് നമ്മുടെ ലയൺസ്മാൻ ഏറ്റവും നല്ലതാണ്. സംസാരം വൈകുന്നത്, ഇപ്പൊ കുഞ്ഞുങ്ങൾ 1 വയസ്സ് 2 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാലും ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല, സംസാരം അവരുടെ അക്ഷരങ്ങൾ കൃത്യമാവില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു ശേഷി ചില കുഞ്ഞുങ്ങളിൽ കാണാതെ വരും. അല്ലെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പല ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് ചില പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നമുക്ക് തരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞു പ്രായത്തിലെ ഈ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയായ സംസാര കാലതാമസമൊക്കെ ഒന്നുമില്ലാതെ ശരിയായ സമയത്ത് അവർ സംസാരിച്ചു തുടങ്ങാൻ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ലയൺസ്മാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല ഉറക്കം, അതുപോലെ ഇങ്ങനെ ഒത്തിരി ഗുണങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ ഏതിലുണ്ട്, നമ്മുടെ ലയൺസ്മാനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒത്തിരി ഗുണങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ ഈ ഗുണങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ ഈ ക്ലാസ്സിലൂടെ കിട്ടിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അറിയുക. ഒപ്പം ക്ലാസ്സിലൂടെ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഓടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ മനസ്സിലാക്കി, നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ച് എന്ത് ചെയ്യാം, ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടാനും ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നമുക്കും നമ്മുടെ വരും തലമുറയെ തള്ളിവിടാതിരിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇതിന്റെ വിലയിലേക്ക് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് എന്റെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ മിക്കവാറും എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ DXN കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ താരതമ്യേന മറ്റ് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ, അതിന് എത്ര രൂപയ്ക്ക് വില കാണും എന്നൊക്കെ അറിയാൻ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ മിക്കവാറും പ്രൊഡക്റ്റുകൾ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പൊ അതിൽ ലയൺസ്മാന്റെ 300 മില്ലിഗ്രാമുള്ള 120 ടാബ്ലറ്റ് അല്ലെങ്കിൽ ക്യാപ്സൂൾ രൂപത്തിലുള്ള ഒരു കണ്ടെയ്നറിന് 2180 രൂപയാണ് വില. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മാർക്കറ്റിലെ വില എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ പ്രോഡക്റ്റിന്റെ, നമ്മുടെ DXN നമുക്ക് തരുന്ന പ്രോഡക്റ്റ്, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകളാണ്. അപ്പോൾ അവിടെ നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് നോക്കിയേ, ക്യാപ്സൂള് 90 ക്യാപ്സൂള് MRP 1225 രൂപയുള്ളൂ. 980 രൂപ ഒരു മെമ്പർഷിപ്പ് എടുത്ത ഒരു വ്യക്തിക്ക് DPക്ക് കിട്ടും. ഓക്കെ, ഇനി 120 ആണെങ്കിൽ അത് ഈ പിന്നെ ക്യാപ്സൂൾ രൂപത്തിലുള്ളത് 450 മില്ലിഗ്രാം ആണ്, ഒന്ന് ശ്രദ്ധിക്കണേ. അതുകൊണ്ടാണ് ഈ വില വ്യത്യാസം വരുന്നത്. ഇപ്പൊ ക്യാപ്സൂൾ രൂപത്തിലുള്ള പിന്നെ കണ്ടെയ്നറിന് അല്ലെങ്കിൽ ബോട്ടിലിന് 450 മില്ലിഗ്രാം പെർ ക്യാപ്സൂൾ ആണ്. അങ്ങനത്തെ 90 ക്യാപ്സൂളിന് MRP പോലും 1225 രൂപയുള്ളൂ. ഓക്കെ, ഇനി ടാബ്ലറ്റിന് 120 ടാബ്ലറ്റ് ആണെങ്കിൽ 300 മില്ലിഗ്രാം ഉള്ള 120 ടാബ്ലറ്റിന് 1040 രൂപയെ വിലയുള്ളൂ. അപ്പൊ നേരത്തെ എത്രയാണ് പറഞ്ഞത്, 300 മില്ലിഗ്രാം ഉള്ള 120 ടാബ്ലറ്റിന് എത്ര രൂപ വിലയുണ്ട്, 2180 രൂപ. അപ്പൊ ഏതാണ് വില കൂടുതലെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം. അപ്പോൾ നമുക്ക് 120 ടാബ്ലറ്റ് 300 മില്ലിഗ്രാം 1040 ഉള്ളൂ. അപ്പൊ ഏകദേശം പകുതിയിലധികം വില കൂടുതലാണ് മറ്റ് കമ്പനികൾ നമുക്ക് തരുന്നത്. അപ്പൊ അവിടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ കമ്പനിയുടെ സ്റ്റെബിലിറ്റിയും അല്ലെ സ്ട്രോങ്ങും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ 10-30 കൊല്ലമായിട്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ലോകമെമ്പാടും കമ്പനിയും ഫാക്ടറികളും ഒക്കെ ഉള്ള DXന്റെ ലയൺസ്മാന്റെ പ്രത്യേകതയും വിലയുമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അത് 360 ടാബ്ലറ്റ് ഉണ്ട്, ടാബ്ലറ്റ് 360 ഉണ്ട്, 120 ഉണ്ട്. ക്യാപ്സൂൾ ആണെങ്കിൽ 90 ക്യാപ്സൂളും അതുപോലെ 360 ക്യാപ്സൂളും ആണ്. അതിന്റെ വിവര പട്ടികയിൽ കിട്ടും. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങിച്ച് ഉപയോഗിക്കാം. ഇപ്പൊ മെമ്പർഷിപ്പ് എടുത്തവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DP പ്രൈസിൽ 980 രൂപ 90 ക്യാപ്സൂൾ, 830 രൂപയേ ഉള്ളൂ ടാബ്ലറ്റ് രൂപത്തിലുള്ളതിന്. അതുപോലെ 3530 രൂപ ക്യാപ്സൂൾ രൂപത്തിൽ, 360 ക്യാപ്സൂൾ, 360 ടാബ്ലറ്റിനാണെങ്കിൽ 2360 രൂപ. അപ്പോൾ ഈ പൈസ നമ്മൾ മുടക്കി ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഡിപ്രഷനിലേക്കും ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളിലേക്കും ഓട്ടിസത്തിലേക്കും ഒന്നും പോകാതിരിക്കാൻ, അല്ലെ, നമ്മുടെ ഇപ്പൊ നിലവിലെ പഠിത്തത്തിൽ ചില പിന്നോക്കമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇപ്പോഴേ കൊടുത്ത് കുറച്ചു കാലം കഴിഞ്ഞാൽ, അല്ലെ, ഒരു 1-2 വർഷമൊക്കെ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബ്രെയിൻ ഡെവലപ്മെന്റ്സ് ഉള്ള, അല്ലെ, ഒരു സെൻസ് കപ്പാസിറ്റി കൂടുതലുള്ള, ഗ്രാഹ്യശേഷി കൂടുതലുള്ള ഒരു കുഞ്ഞുങ്ങളെ, യുവതലമുറയെ വാർത്തെടുക്കാനും ഒപ്പം നമ്മുടെ ഓർമ്മശക്തിയെ നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലയൺസ്മാൻ പ്രോഡക്റ്റ്. അപ്പൊ ഇതിന്റെ റിഫറൻസ് ഒക്കെ ഇത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഒത്തിരി റിഫറൻസ് ഉണ്ട്, ഒരുപാട് സൈറ്റുകൾ ഉണ്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കാനൊക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് പഠിക്കാൻ ഈ സൈറ്റുകളിലൊക്കെ ഒന്ന് പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടതിന് ഏറ്റവും നല്ല നന്ദി അറിയിക്കുന്നു. തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്തുക എന്ന അഭ്യർത്ഥനയോടെ ഇത്രയും നേരം എന്നെ കേട്ടതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു സോ മച്ച്.